ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളിലെല്ലാം നിറയെ കായകൾ ഉണ്ടാവാനും എൻ്റെ പൂച്ചെടികളിലെല്ലാം നിറയെ പൂക്കൾ ഉണ്ടാവാനും ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു അടിപൊളി കമ്പോസ്റ്റും, ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു ജൈവ സ്ലറി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ, പച്ചക്കറി വേസ്റ്റുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ ചിലവില്ല, സീറോ കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കമ്പോസ്റ്റും ജൈവ സ്ലറിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് 2 ബക്കറ്റ് വേണം കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റ് മറ്റൊരു ബക്കറ്റിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 ബക്കറ്റ് ആയിരിക്കണം. വീട്ടിൽ തന്നെ ഉപയോഗിച്ച് പഴകിയ ബക്കറ്റായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മുകളിൽ വെച്ച് കൊടുക്കുന്ന ബക്കറ്റിൽ ഇതുപോലെ 4 സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത്തരത്തിൽ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കമ്പോസ്റ്റിൽ നിന്നും വരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതാണ് ജൈവ സ്ലറി കേട്ടോ. ആ ഒരു സ്ലറി താഴത്തെ ബക്കറ്റിലേക്ക് വന്ന് കളക്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ബക്കറ്റിലേക്ക് ഒരു ലെയർ, ആദ്യത്തെ ആ ഒരു ലെയർ നല്ല കരിയില ഇട്ട് കൊടുക്കണേ. അപ്പോൾ കരിയില ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇതിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് വന്ന് ആ ഹോൾസിൽ വന്ന് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കരിയില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കരിയിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മണ്ണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചകിരിച്ചോറ് ഉണ്ടല്ലോ, ചകിരിച്ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് നമുക്ക് ഒട്ടും തന്നെ പൈസ ചിലവില്ലാത്ത രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ചകിരിച്ചോറ് വാങ്ങുന്ന പൈസയും കൂടെ നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിതിൽ മണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അടുക്കളയിലുള്ള മാലിന്യം, അതായത് പച്ചക്കറി വേസ്റ്റ്, പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടല്ലോ, അതാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു 1/4 കപ്പ് കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ലെയർ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ 1/4 കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ തൈര് ഉണ്ടാവല്ലോ, തൈര് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. മണ്ണിട്ട് കൊടുക്കുക, മുകളിൽ പച്ചക്കറി വേസ്റ്റ് ഇടുക. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവസാനം നമ്മൾ ആ ഒരു ബക്കറ്റ് നിറയുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ലെയർ പച്ചക്കറി വേസ്റ്റ് ആണ് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത്, നിങ്ങൾ കാണുന്നത് കേട്ടോ. അടുക്കള മാലിന്യം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ആദ്യമേ ഞാൻ പറയാണ്, നമ്മുടെ അടുക്കളയിൽ ചോറിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടാവുന്നില്ലേ, ബാക്കി അതൊന്നും കൊണ്ടുപോയി ഇതിൽ തള്ളരുത് കേട്ടോ. നമ്മൾ ഈ ഉപ്പേരിക്ക് അരിയുന്നത്, അതുപോലെ കറിക്കൊക്കെ വേണ്ടി അരിയുന്ന പച്ചക്കറികളുടെ വേസ്റ്റുകൾ മാത്രമേ നിങ്ങൾ ഇതിൽ കൊണ്ടുപോയി ഇടാവൂ. അതിൽ തന്നെ നാരങ്ങയുടെ തൊണ്ട്, അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി, പുളിയുടെയൊക്കെ വേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൽ ഇടുകയും ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി തൊണ്ടും അതുപോലെ വെല്ലുള്ളിൻ്റെ ഒക്കെ തൊണ്ട് ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരുപാടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു കമ്പോസ്റ്റിന് മണം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കുഴപ്പമില്ലാച്ചാൽ ഇട്ട് കൊടുക്കാം, യാതൊരുവിധ പ്രശ്നവുമില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ലെയർ പച്ചക്കറി വേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റായിട്ട് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് തൈരില്ലേ, തൈരിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തത്. ഇതിനായിട്ട് നിങ്ങൾ നല്ല തൈരൊന്നും വാങ്ങിക്കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കരുത്. വീട്ടിൽ തൈര് കേടായത് കിടന്നത് ഞാൻ എടുത്ത് ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം. ഇനി തൈര് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളമോ അല്ലെ സാധാ വെള്ളമോ അല്ലെ ചാണകം നന്നായിട്ട് നേർപ്പിച്ചുള്ള വെള്ളമാണെങ്കിൽ അത് ഏറ്റവും നല്ലതാട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലെ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് സ്പീഡപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഒരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതും എപ്പോഴും കമ്പോസ്റ്റിലെ വെള്ളത്തിൻ്റെ അളവ്, ഈർപ്പം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഈർപ്പം ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒഴിച്ചു കൊടുക്കരുത്. ഈർപ്പം കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ലെയർ മണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു 4 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും ഈ ബക്കറ്റിനുള്ളിലെ വേസ്റ്റ് എല്ലാം തന്നെ കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കമ്പോസ്റ്റ് കിട്ടാൻ ഒരു 4 മാസം എടുക്കുമെങ്കിൽ കൂടിയും ഇതിന്ന് കിട്ടുന്ന ഈ ഒരു ജൈവ സ്ലറി ഉണ്ടല്ലോ, ഇത് എല്ലാ ആഴ്ചയിലും, ഇത് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നമുക്ക് ഈ ഒരു ജൈവ സ്ലറി കളക്ട് ചെയ്ത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ കമ്പോസ്റ്റ് കിട്ടാൻ വൈകുമെന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. സ്ലറി നമുക്ക് എല്ലാ ആഴ്ചയിലും എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലറി ഉപയോഗിക്കേണ്ട രീതിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. 1 കപ്പ് ജൈവ സ്ലറിക്ക് നിങ്ങളൊരു 6 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ഒരിക്കലും ഡയറക്റ്റായിട്ട് അങ്ങനെയും ആ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കരുത്, ചെടികളൊക്കെ ഉണങ്ങിപ്പോവും. അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക, എന്നിട്ട് ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. ചെടികൾ നിങ്ങൾക്ക് പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഇലച്ചെടികൾക്കും എല്ലാ തരം ചെടികൾക്കും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്ന
ഉണ്ടാവുന്നതേ ഉള്ളൂ. ഒരുപാട് സൂക്ഷ്മ മൂലകങ്ങളും അതുപോലെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്ലറിയാണിത്. അപ്പോൾ ഒട്ടും ചിലവില്ലാണ്ട് നമുക്ക് വീട്ടിൽ ഇത്തരത്തിൽ അടുക്കള മാലിന്യം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പോസ്റ്റും സ്ലറിയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വില കൊടുത്ത് കടകളിൽ നിന്ന് പിന്നെ എന്താ പറയുക വളങ്ങൾ മേടിക്കാണ്ടിരിക്കുക. വീട്ടിൽ തന്നെ ഇത്തരത്തിൽ സീറോ കോസ്റ്റിൽ വളങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് അമ്മമാർ എന്നെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, വീട്ടിൽ തന്നെ നമുക്ക് ഒട്ടും ചിലവില്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സ്ലറികളോ വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകം ചെയ്യുന്നത്. പലരും തന്നെ ഈ ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴും അതുപോലെ പൂച്ചെടികളൊക്കെ വെക്കുന്ന സമയത്ത് തൈകളായിട്ട് വെക്കുമ്പോൾ അടിവളമായിട്ട് നന്നായിട്ട് വളം ചേർത്ത് കൊടുക്കെങ്കിലും പിന്നീട് വളമില്ലാത്ത കാരണം പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കാണ്ട് ഒടുവിൽ പൂക്കളും കുറഞ്ഞ് കായകളും കുറഞ്ഞുള്ളൊരു അവസ്ഥയായിരിക്കും അല്ലേ. ഈ ഒരു സ്ലറി ആണെങ്കിൽ നമ്മൾ ഈ ഒരു ബക്കറ്റിൽ ഇത് ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നമുക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജൈവ സ്ലറി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് അതിനുള്ളൊരു മാറ്റം എടുത്ത് കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. പിന്നെ അത് മാത്രമല്ല, വളരെ കുറച്ച് അടുക്കളത്തോട്ട കൃഷിയും അതുപോലെ പൂന്തോട്ടമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു കുറച്ച് ചെടികൾക്കായിട്ട് പുറത്തുനിന്ന് വളം മേടിക്കാന്ന് പറയുന്നത് ഒരുപാട് കാശ് ചിലവാക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ നമുക്ക് വീട്ടിലെ അടുക്കള മാലിന്യം നല്ല രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യാം, ഇതുപോലെ വളമാക്കി എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേ ബക്കറ്റിലെ മാലിന്യം ഏകദേശം ഒരു 3.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കറുത്ത കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഈർപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാനൊക്കെ ആയിട്ട് ഈ ഒരു പിന്നെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ, അത് എവിടെയെങ്കിലും നല്ല വെയിൽ കൊള്ളാത്ത ഒരു ഇളം വെയിൽ കൊള്ളുന്ന ഭാഗത്തായിട്ട് ഷീറ്റ് വിരിച്ചിട്ട് അതിൽ തട്ടി നല്ലപോലെ പരത്തി വെക്കുകയാണെങ്കിൽ പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് ഉപയോഗിക്കാൻ പാകത്തിനായിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു കമ്പോസ്റ്റിലേക്ക് കുറച്ചും കൂടെ മണ്ണൊക്കെ ചേർത്ത് തുല്യ അളവിൽ വേണമെങ്കിൽ തുല്യ അളവിൽ മണ്ണ് ചേർത്തിട്ട് ഈ ഒരു മണ്ണിലായിട്ട് തൈകളൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല പോലെ വളർച്ച ഉണ്ടാവും, നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൂക്കളും കായകളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അടിയിൽ ചേർത്ത് കൊടുത്തിരുന്ന കരിയിലൊക്കെ കണ്ടില്ലേ, അത് കുറച്ചും കൂടി ഒന്ന് കമ്പോസ്റ്റ് ആവാൻ ബാക്കി ഉണ്ടായിരുന്നു. അതൊരു ദിവസത്തെ വെയിൽ കൊണ്ടപ്പോഴത്തേക്കും തൊട്ടടുത്ത ദിവസമായപ്പോഴത്തേക്കും നല്ല പോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മളുടെ ഈ കമ്പോസ്റ്റ് ഒരു നേരിയ വെയിൽ ഒരു 1-2 ദിവസം കൊള്ളിച്ച് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ഒന്നും കൂടെ പൊടിഞ്ഞ് നല്ലപോലെ തരി രൂപത്തിൽ ആയി മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.